ഇന്ന് ഒക്ടോബർ 30 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കൺസിസ്റ്റൻസി എന്ന സംഭവമുണ്ട്. അതായത് സ്ഥിരമായിട്ടുള്ള പ്രയത്നം. നമ്മൾ ഏതൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളതിൽ എക്സ്പേർട്ട് ആവുകയുള്ളൂ. ഇവിടെ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെയാണ്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും പഠിക്കുന്ന കുട്ടികൾ അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അത് കൺസിസ്റ്റൻസിയാണ്. അതായത് സ്ഥിരമായിട്ടുള്ള ഒരു പ്രയത്നമാണ്. എന്നും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇന്ന് ഒക്ടോബർ 30 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു ടുക്ക് എ സോർട്ടി ഇൻ എ റഫേൽ എയർക്രാഫ്റ്റ്. ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു റഫേൽ വിമാനത്തിൽ പറന്നുയർന്നു. ഇന്നലത്തെ മിക്കവാറും എല്ലാ ന്യൂസ് ചാനൽ വന്നിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു റഫേൽ എന്ന വിമാനത്തിൽ പറന്നൊരു കാര്യം. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 29 ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമതി ദ്രൗപദി മുർമു റഫേൽ വിമാനത്തിൽ പറന്നിട്ടുള്ളത്. ശ്രീമതി ദ്രൗപദി മുർമു എയർഫോഴ്സ് സ്റ്റേഷൻ അംബാലയിൽ നിന്നാണ് പറന്നിട്ടുള്ളത്. ഹരിയാനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ ആണ് അംബാല. അതുപോലെ തന്നെ അംബാല കന്റോൺമെന്റ് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റേഷൻസ് യൂണിറ്റ്സ് ആണുള്ളത്. 2023 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു സുക്കോയ് എന്ന വിമാനം റഷ്യയുടെ സുക്കോയ് 30 MKIയിൽ പറന്നിരുന്നു. 2023 ഇന്നിപ്പോൾ 2025 ഒക്ടോബർ 29 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു രണ്ടാമത്തെ പ്രാവശ്യം പറന്നു. ആദ്യത്തെ ഒരു പ്രസിഡന്റ് ആണ് രണ്ട് വിമാനത്തിൽ പറക്കുന്നത്. ഒന്ന് സുക്കോയ് 30 MKI, മറ്റൊന്ന് റഫേൽ വിമാനം. ഈ ഒരു സമയത്ത് റഫേൽ വിമാനത്തിൽ പറക്കാൻ വേണ്ടി നിന്ന പൈലറ്റ് ആണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനി, കമാൻഡിംഗ് ഓഫീസർ 17 സ്ക്വാഡൻ. ഹരിയാനയിലെ അംബാലയിലുള്ള 17 സ്ക്വാഡൻ റഫേൽ വിമാനത്തിന്റെ സ്ക്വാഡന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ അമിത് ഗഹാനി ഒപ്പം ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു പറന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു വിമാനത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ ചീഫ് ആയിട്ടുള്ള എയർ ചീഫ് മാർഷൽ AP സിംഗ് പറന്നിരുന്നു. മോഡൽ യൂത്ത് ഗ്രാമസഭ ഓൺ 30 ഒക്ടോബർ 25. 2025 ഒക്ടോബർ 30 മോഡൽ യൂത്ത് ഗ്രാമസഭ. ഇന്ന് 30 ഒക്ടോബർ ഇന്ന് മോഡൽ യൂത്ത് ഗ്രാമസഭ ഇത് സംഘടിപ്പിക്കുകയാണ്. ഏത് മിനിസ്ട്രി ആണ് ഇത് സംഘടിപ്പിക്കുന്നത്? ഏതെല്ലാം മിനിസ്ട്രീസ് ഇതിനെ സഹായിക്കുന്നുണ്ട്? ഏത് സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ മോഡൽ ഗ്രാമസഭ ഇപ്പോൾ വന്നിട്ടുള്ളത്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ് മോഡൽ യൂത്ത് ഗ്രാമസഭ. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രാമസഭ എന്ന പ്രോഗ്രാം ഇതിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ ആദ്യത്തെ ഒരു സംരംഭമായിട്ടുള്ള മോഡൽ യൂത്ത് ഗ്രാമസഭ MYGS ഇത് സംഘടിപ്പിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് സഹായിക്കുന്ന മറ്റ് രണ്ട് മിനിസ്ട്രീസ് ആണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ്. ഈ രണ്ട് മിനിസ്ട്രി ഉൾപ്പെടെയുള്ള മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ് മോഡൽ യൂത്ത് ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത്. ജൻഭാഗ്യധാരി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലുള്ള ഒന്നാണ് ഇപ്പോൾ ഉള്ള മോഡൽ യൂത്ത് ഗ്രാമസഭ. അതായത് ഇപ്പോഴത്തെ ഗ്രാമസഭയിലേക്ക് സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും കൊണ്ടുവരികയും എന്താണ് ഗ്രാമസഭ, എന്താണ് ഇന്ത്യൻ പാർലമെന്റ് സിസ്റ്റം എന്നിവയെല്ലാത്തിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ജൻഭാഗ്യധാരി അതുപോലെ തന്നെ മോഡൽ യൂത്ത് ഗ്രാമസഭ. ഇന്ന് ഏതാണ്ട് 1000ഓളം സ്കൂളുകളിൽ ഇത് വ്യാപിപ്പിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം വെക്കുന്ന മോഡൽ യൂത്ത് ഗ്രാമസഭ. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ആരംഭിക്കുന്ന 30 ഒക്ടോബറിൽ ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന മോഡൽ യൂത്ത് ഗ്രാമസഭ. യോഗി ആദിത്യനാഥ് അനൗൺസസ് UP's 76th ഡിസ്ട്രിക്ട്. യോഗി ആദിത്യനാഥ് UPയുടെ 76ാമത് ജില്ല പ്രഖ്യാപിച്ചു. ചീഫ് മിനിസ്റ്റർ ഓഫ് UP ആണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം UPയിലെ 76ാമത്തെ ഡിസ്ട്രിക്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ത് പേരാണ് ഈ ഡിസ്ട്രിക്ട് നൽകിയിട്ടുള്ളത്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചീഫ് മിനിസ്റ്റർ ഓഫ് UP യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ച ഒന്നാണ് കല്യാൺ സിംഗ് നഗർ എന്ന പേരിൽ ഒരു 76ാമത്തെ ഡിസ്ട്രിക്ട് ഓഫ് UP പ്രഖ്യാപിച്ചു. UPയിലെ 2 പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കല്യാൺ സിംഗ്, അദ്ദേഹത്തിന് ആദരസൂചകമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കല്യാൺ സിംഗ് നഗർ എന്ന പേരിൽ ഒരു ഡിസ്ട്രിക്ട് ആരംഭിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ 797 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്.
അതിൽ 2015, 2025 ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്ട് വന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ്. 19 ഡിസ്ട്രിക്ട്സ് ആണ് രാജസ്ഥാനിൽ രൂപീകരിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ 797 ഡിസ്ട്രിക്ട്സ് ആണ്. ഇത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ജനറൽ നോളജ് ആണ്, അതായത് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റയാണ്. ഇപ്പോൾ 797 നാളത് 800 ആകാം, അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഡാറ്റയാണ്. എന്നാലും അപ്രോക്സിമേറ്റ്ലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കെടുത്ത് നോക്കുമ്പോൾ 797, 800 എന്നൊക്കെ പറയാൻ പറ്റും. കല്യാൺ സിംഗ് നഗർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 78ാമത്തെ ഡിസ്ട്രിക്ട് ഓഫ് UP. അസറുദ്ദീൻ ടു ബി മിനിസ്റ്റർ ഇൻ തെലങ്കാന. അസറുദ്ദീൻ തെലങ്കാനയിൽ മന്ത്രിയാകും. കോൺഗ്രസിന് ലീഡറും മുൻ ക്രിക്കറ്റ് താരവുമായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയിൽ മന്ത്രിയാകാൻ പോവുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 31 തെലങ്കാന മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോകുന്ന വ്യക്തിയാണ് മുഹമ്മദ് അസറുദ്ദീൻ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ ആണ് തെലങ്കാന ക്യാബിനറ്റിന്റെ ഭാഗമാകാൻ പോകുന്നത്. 47 ടെസ്റ്റ് മാച്ചും 174 വൺഡേ ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ച ക്യാപ്റ്റൻ എന്ന ലെവലിൽ ലീഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് അസറുദ്ദീൻ. 1989 ടു 1996 മുതൽ 1998 ടു 2000 ഈ ഒരു കാലയളവിൽ മുഹമ്മദ് അസറുദ്ദീൻ ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ താരമായിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ. ഇപ്പോൾ തെലങ്കാനയിലെ മന്ത്രിയാകാൻ പോവുകയാണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് അനുമൂല രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി എന്നറിയപ്പെടുന്ന അനുമൂല രേവന്ത് റെഡ്ഡിയാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്, അനൗൺസ് ചെയ്തിട്ടുള്ളത്. പഞ്ചാബ്സ് നമിത് സിംഗ് വാലിയ ബിക്കംസ് ആൻ ഇന്റർനാഷണൽ മാസ്റ്റർ ഇൻ ചെസ്. പഞ്ചാബിന്റെ നമിത് സിംഗ് വാലിയ ചെസ്സിൽ അന്താരാഷ്ട്ര മാസ്റ്ററായി. ഇതും ഒരു സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. പഞ്ചാബിൽ ഇപ്പോൾ എത്ര ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എത്ര GMs ഉണ്ട്, നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ ഇന്റർനാഷണൽ മാസ്റ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് നമിത് സിംഗ് വാലിയ. ഇദ്ദേഹം പഞ്ചാബിൽ നിന്ന് 2ാമത്തെ വ്യക്തിയാണ് ഇന്റർനാഷണൽ മാസ്റ്റർ ആകുന്നത്. എന്നാൽ പഞ്ചാബിൽ നിന്ന് ഇതുവരെയായിട്ട് ആരും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയിട്ടില്ല. പഞ്ചാബിൽ കേവലം ഇപ്പോൾ 2 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഉള്ളൂ. ഒന്ന് നമിത് സിംഗ് വാലിയ. ആദ്യത്തെ വ്യക്തിയാണ് 2022 ദുഷ്യന്ത് ശർമ്മ. ദുഷ്യന്ത് ശർമ്മ 2022 ഇന്റർനാഷണൽ മാസ്റ്റർ ആയി. നമിത് സിംഗ് വാലിയ ഈ അടുത്ത് നടന്നിട്ടുള്ള ഫ്രാൻസിലെ 3rd അനിമാസി ഇന്റർനാഷണൽ മാസ്റ്റേഴ്സിലാണ്, ആ ഒരു ടൂർണമെന്റിലാണ് ഇന്റർനാഷണൽ മാസ്റ്റർ എന്ന ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 2ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 3ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ, 4 ഡൽഹി. കേരളത്തിൽ നിന്ന് 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണുള്ളത്. അടുത്തൊരു സ്പോർട്സ് വാർത്തയാണ്. സ്വിമ്മർ ദിനിതി ബ്രേക്സ് ഹർ ഓൺ നാഷണൽ റെക്കോർഡ് ഇൻ ദി 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ. 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ നീന്തൽ താരം ദിനിതി സ്വന്തം ദേശീയ റെക്കോർഡ് തകർത്തു. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രൊഫഷണൽ സ്വിമ്മർ ആണ് ദിനിതി ദേശിംഗു. സ്പോർട്സിൽ വരുമ്പോൾ പേര് ഒപ്പം തന്നെ ഏത് ഫീൽഡ് എന്ന് ചോദിക്കാറുണ്ട്. ദിനിതി ദേശിംഗു ഇന്ത്യയിലെ പ്രൊഫഷണൽ സ്വിമ്മർ ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ സ്വന്തം നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ള സ്വിമ്മർ ആണ് ദിനിതി ദേശിംഗു. 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്ങിലാണ് സ്വന്തം റെക്കോർഡ് തകർത്തിട്ടുള്ളത്. അതായത് 4 മിനിറ്റ് 21.86 സെക്കൻഡിൽ സ്വന്തം നാഷണൽ റെക്കോർഡ് തകർത്ത താരമാണ് ദിനിതി ദേശിംഗു. സ്വിമ്മിങ്ങിൽ 400 മീറ്റർ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്ങിലാണ് റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് വേൾഡ് സ്ട്രോക്ക് ഡേ 2025. 2025 ലോക സ്ട്രോക്ക് ദിനം. ഏത് ദിവസമാണ് ലോക സ്ട്രോക്ക് ദിനമായിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്നത്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. എല്ലാ വർഷവും ഒക്ടോബർ 29 തീയതിയാണ് വേൾഡ് സ്ട്രോക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എവ്രി മിനിറ്റ്സ് കൗണ്ട് എന്നതാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് സ്ട്രോക്ക് ഡേയുടെ തീം. അതായത് എവ്രി മിനിറ്റ് കൗണ്ട്, ഓരോ മിനിറ്റും പ്രധാനമാണ്. വേൾഡ് സ്ട്രോക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2004 ഒക്ടോബർ 29 തീയതിയാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 21 വർഷമായി കഴിഞ്ഞിരിക്കുന്നു വേൾഡ് സ്ട്രോക്ക് എന്ന ആ ഒരു ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട്. വേൾഡ് സ്ട്രോക്ക് കോൺഗ്രസ് ഇൻ വാൻകോവർ വെച്ചാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. കാനഡയിൽ നടന്നിട്ടുള്ള വേൾഡ് സ്ട്രോക്ക് കോൺഗ്രസ് ഇൻ വാൻകോവർ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ മരിക്കുന്ന 2ാമത്തെ ഒരു മരണമാണ് സ്ട്രോക്ക്. ആദ്യത്തേത് ഹാർട്ട് ഡിസീസ് ആണ്, അതായത് നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ 2ാമത്തേത് സ്ട്രോക്ക് ആണ്.
നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 7 ഹെഡിങ്സും അതുമായി ബന്ധപ്പെട്ട് 27 പോയിന്റ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.